അന്തരിച്ച കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീലയുടെ ഖബറടക്കം മറ്റന്നാൾ ഔദ്യോഗിക ബഹുമതികളോടെ അത്തോളി കുനിയൽ കടവ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ചൊവ്വാഴ്ച രാവിലെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ശേഷം കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, ഇന്നലെയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗ വാർത്ത നമ്മൾ അറിയുന്നത്. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഖബറടക്കം നടക്കുക. കാരണം കാനത്തിൽ ജമീലയുടെ മകൻ വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട്. എത്തിക്കഴിഞ്ഞാൽ അതായത് അവരുടെ ജന്മനാടായ പള്ളിയിലായിരിക്കും ഖബറടക്കം നടത്തുക. അതിനു മുൻപ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുദർശനം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒപ്പം തന്നെ കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഈ മരണ വാർത്ത അറിഞ്ഞതിന് തൊട്ടുപുറകെ തന്നെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, MK രാഘവൻ, KK രമ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിക്ക് മുൻപിലാണ്. നിലവിൽ മൃതദേഹം ഇവിടെയാണ്, ആശുപത്രിയിലാണ് ഉള്ളത്. തുടർന്ന് അടുത്ത ദിവസം ചൊവ്വാഴ്ച മകൻ എത്തുന്നതോടുകൂടിയായിരിക്കും മതപരമായിട്ടുള്ള ചടങ്ങുകളും അതുപോലെ തന്നെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടക്കുക. കാനത്തിൽ ജമീലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും ഒപ്പം തന്നെ കേരളത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായി അർബുദത്തെ തുടർന്ന് അവർ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചികിത്സയെ തുടർന്ന് വലിയ അവശയായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിലേക്ക് വലിയ ശക്തിയോടുകൂടി തിരിച്ചു വന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടിയിട്ടാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആശുപത്രിയിലാണ്. ഇന്നും ഇവിടേക്ക് കൂടുതൽ നേതാക്കളൊക്കെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് MV ഗോവിന്ദനെയൊക്കെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മരണത്തെ തുടർന്ന് ആ പരിപാടികളൊക്കെ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.